ഇന്ന് കാലത്ത് മുതൽ ഒന്നും തന്നെ വിചാരിച്ച പോലെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇന്ന് വൊമിറ്റിംഗ് കുറച്ച് അധികമായിരുന്നു. ഈവനിംഗ് ഒക്കെ ആയപ്പോൾ മെല്ലെ എഴുന്നേറ്റു കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു റിലീഫ് കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് വെച്ചിട്ടും കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കുളിച്ചൊന്ന് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം മനസ്സിന് ചിലപ്പോൾ ഒരു റിലീഫ് കിട്ടുമല്ലോ. ഈ ഇടയായിട്ട് മനസ്സൊക്കെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വൊമിറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഓക്കാനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് കുറച്ച് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു 6 മണിയാകുമ്പോൾ കഴിക്കാനുള്ളതാണ് കേട്ടോ. രാത്രി ഇപ്പോൾ കൂടുതലും കഞ്ഞിയാണ് കഴിക്കുന്നത്. കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ച് തൈരോ അല്ലെങ്കിൽ മോരോ ഒഴിച്ചിട്ട് കുറച്ച് കഞ്ഞിയാണ് ഇപ്പോൾ കുടിക്കുന്നത്. കാരണം വേറെ ഒന്നും ഇപ്പോൾ കുടിക്കാനായിട്ട് പറ്റുന്നില്ല. 3 മാസം പോലും ആവാത്ത എനിക്ക് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ്, ആസിഡിറ്റി, തലകറക്കം, അതുപോലെ തന്നെ നമ്മുടെ ഛർദി, ഓക്കാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇത്രയും ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. ഒന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. വിളക്ക് കത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല കേട്ടോ. കാരണം ആണി അടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ നിന്നൊരു അത് മേടിച്ചിട്ട് അതിലൊരു സ്റ്റൂളിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ വിളക്കിപ്പോൾ കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 തവണയായിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഇവിടെ വന്നിട്ടും അധിക കാലം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിളക്കൊക്കെ കത്തിച്ച് ഇതൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ തന്നെ ഒരു പകുതി സമാധാനം എനിക്കുണ്ടായിരുന്നു. കാരണം ഇപ്പം നമുക്ക് സ്മെല്ലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് സ്മെല്ലിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു റിലീഫ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം മിണ്ടാതെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 7 മണി ആ സമയമൊക്കെ ആയപ്പോൾ ഞാനൊരു 3 ചപ്പാത്തിയും കുറച്ച് ഉള്ളിക്കറിയും അതുപോലെ തന്നെ കുറച്ച് തൈരും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി കഴിച്ചത്.